തനതായ കേരളത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പാലക്കാട്ടേക്ക് വരണമെന്ന് പല പ്രശസ്തരായ ആളുകളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പഴയ ജീവിത രീതികളും അന്നത്തെ കാഴ്ചകളും എല്ലാം ഇന്നും പാലക്കാട് കാണാൻ കഴിയും. അതിൽ എടുത്തു പറയേണ്ടതാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന പഴയ തറവാടുകൾ. വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത രീതികളെ അടുത്തറിയാൻ പഴയ തറവാടുകളിലേക്കുള്ള യാത്രകൾ സഹായിക്കാറുണ്ട്. തറവാട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്നത് നാലുകെട്ടും മനകളും പോലുള്ള പഴയ വലിയ വീടുകളായിരിക്കും. എന്നാൽ ആ വലിയ വീടുകൾ മാത്രമല്ല, നെൽപ്പാടങ്ങൾക്കരികിലായി കുറേ പഴയ കളപ്പുരകളും കാണാൻ കഴിയും. നെല്ല് സൂക്ഷിക്കാനായി അത്യാവശ്യം താമസ സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ ചെറിയ വീടുകളാണ് കളപ്പുരകൾ. വർഷങ്ങൾ പഴക്കമുള്ള ഈ വീടുകളും തറവാടുകൾ തന്നെയാണ്. പാലക്കാടൻ ഗ്രാമവഴികളിലൂടെ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഇന്നത്തെ യാത്ര പഴയൊരു തറവാട്ടിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിലുള്ള ഏകദേശം 60 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട്. പച്ചപ്പുകൾക്കിടയിലൂടെ അങ്ങ് ദൂരെ കാണുന്ന ആ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ലക്ഷ്മി നികേതൻ എന്ന പേരിലാണ് ഈ വീട് ഇന്ന് അറിയപ്പെടുന്നത്. ഇനി സമയം കളയാതെ തറവാടിനടുത്തേക്ക് പോവാം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ 60 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു വീടാണെന്ന് ആരും പറയില്ല. പഴമയെ ഒട്ടും നശിപ്പിക്കാതെയാണ് ഈ വീട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. ഈ തൊടിയിൽ കൂടുതലായും തെങ്ങുകളും മാവുകളുമാണ് കാണാൻ കഴിയുന്നത്. സൂക്ഷിച്ച ഒന്നുകൂടി നോക്കിയാൽ പ്ലാവുകളും കാണാൻ കഴിയും. നടപ്പാതയുടെ 2 ഭാഗത്തായാണ് തൊടി. കൃഷി ചെയ്യുന്ന സ്ഥലത്തിനെ ഒരു ക്യാൻവാസായി സങ്കല്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. കൃഷിക്കാരൻ ഒരു ഉത്തമ കലാകാരനാണെന്ന്. പ്രകൃതിയുടെ അനുഗ്രഹം കിട്ടിയ ഒരു കലാകാരൻ. സ്കൂൾ കാലഘട്ടത്തിലെ കുറേ പഴയ ഓർമ്മകളാണ് ഇപ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഇനി ഈ വീടിൻ്റെ അകത്ത് കയറി കാണാം. പുറത്ത് ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. അകത്ത് കയറിയതും ആദ്യം കാണാൻ കഴിയുന്നത് ഈ ഒരു ഹാളും അതിന് പിന്നിലായുള്ള വരാന്തയുമാണ്. വർഷങ്ങൾക്ക് മുൻപ് ടിവിയുള്ള വീടുകളെല്ലാം വളരെ ചുരുക്കമായിരിക്കും. അടുക്കളയിൽ നിന്ന് തന്നെ കിണർ കാണാൻ കഴിയും. എവിടെ ചെന്നാലും കിണറുകൾ കണ്ടാൽ ഒരു ആകാംക്ഷയാണ്. അതിനകത്ത് എത്ര വെള്ളമുണ്ട്, മീനുണ്ടോ, തവളയുണ്ടോ എന്ന കുറേ ചോദ്യങ്ങൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് കിണറിൻ്റെ അകത്തേക്ക് നോക്കുക തന്നെ വേണം. കുടിക്കാനും ആഹാരം പാകം ചെയ്യാനുമെല്ലാം ഈ കിണറിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ തറവാടുകളിലെല്ലാം കണ്ടുവരുന്നത് പോലെ അടുക്കളയുടെ ആവശ്യത്തിന് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയും കാണാൻ കഴിയും. ഇവിടെ അടുക്കള ഈ അടുത്താണ് പുതുക്കി പണിതത്. വെള്ളം ചൂടാക്കാൻ മറ്റുമായി ഈ അടുപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ ഈ അടുപ്പിലുണ്ടാക്കിയ ദോശയും ഈ കല്ലിലരച്ച ചമ്മന്തിയുമാണ് കഴിച്ചത്. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ വീടിൻ്റെ ഉൾവശം കണ്ടപ്പോൾ 60 വർഷം കൂടുതൽ പഴക്കമുള്ള വീടാണെന്ന് ഒരിക്കലും പറയില്ല. പുതിയ വീട് പോലെയാണ് ഈ വീട് സൂക്ഷിച്ചിരിക്കുന്നത്. പഴയതും പുതിയതുമായ കുറേ ദൈവങ്ങളുടെ ഫോട്ടോസാണ് ഇവിടെ കാണാൻ കഴിയാം. ഇവിടെ അഗർബത്തിയുടെയും സാമ്പ്രാണിയുടെയും കർപ്പൂരത്തിൻ്റെയുമെല്ലാം ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. പഴമ ഉറങ്ങുന്ന ഈ മുറികൾക്കും ചുമരുകൾക്കും എന്തൊക്കെയോ പറയാനുണ്ട്. ഈ ഇടുങ്ങിയ ഇടനാഴിയുടെ ഒരു ഭാഗത്തായാണ് ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇടയിലുള്ള വരാന്തയുടെ ഒരു വഴി അടുക്കളയിലേക്കും മറ്റൊന്ന് മുകളിലേക്കുമാണ്. മുകളിലത്തെ നില വളരെ വൃത്തിയായാണ് വച്ചിരിക്കുന്നത്. പഴമയുടെ പ്രതീകമായ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ എപ്പോഴും കാണാൻ കഴിയും. പഴമയ്ക്ക് അധികം മാറ്റമൊന്നും വരുത്താതെ അതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും കുറച്ച് മുറികളുണ്ട്. പഴമയ്ക്ക് പ്രാധാന്യം കൊടുത്തതായാണ് കാണാൻ കഴിയുക. ഇതിൽ എടുത്തു പറയേണ്ടത് പഴമ കൈവിടാതെ ഇത് നിലനിർത്തി പോരുന്നു എന്നതാണ്. പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോക ഈ വീട്. പ്രകൃതി സ്നേഹികളുടെ മാത്രമല്ല, വായന ഇഷ്ടപ്പെടുന്നവരുടെയും സ്വർഗം തന്നെയാണ് ഈ വീട്. വെക്കാൻ സ്ഥലമില്ലാത്തത് കാരണം കുറേ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുത്തു എന്നാ അറിയാൻ കഴിഞ്ഞേ. പഴയ വീടുകളും തറവാടുകളും നശിപ്പിക്കാനുള്ളതല്ല, അതിൽ ഒരു സ്വർഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.